കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പരസ്യമായി മാധ്യമങ്ങളോട് പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാറുമുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ സമയത്താണ് ആദ്യം ആ വാക്ക് കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിച്ചു തുടങ്ങിയത്. അത് ടീം UDF എന്ന വാക്കാണ്. ടീം UDF എന്ന് മാത്രമല്ല, ടീം കോൺഗ്രസ് എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ വക്താവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ടീം UDF വിസ്മയമാണ്, ടീം UDF എന്നുവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ ടീം UDFിൽ ഉള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു ഘട്ടത്തിൽ പരസ്യമായി വരേണ്ടി വന്ന ആളാണ് VD സതീശൻ. ആദ്യഘട്ടത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ അവസാനമാകുമ്പോഴേക്കും അഴകുഴമ്പൻ സമീപനത്തിലേക്ക് മാറിയിരുന്നു VD സതീശൻ. എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും VD സതീശൻ പറഞ്ഞിട്ടില്ല. ശക്തമായ നിലപാടിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാൻ യാതൊരു അധികാരവുമില്ല എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിയത് എന്തുകൊണ്ട് എന്ന് VD സതീശനാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹം വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസിന്റെ പുറത്തു നിൽക്കുന്ന ഒരാളോട് എങ്ങനെ അത് പറയും എന്നാണ് പറയുന്നത്. സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, പുറത്താക്കിയിട്ടില്ല എന്നോർക്കണം. അങ്ങനെയുള്ള ഒരാളോട് പൊതുവായ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലേ കോൺഗ്രസിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതും വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇനി രണ്ടാമത്തെ ഒരാളുണ്ട്, ടീം UDFിലെ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രക്ഷാകർത്താവാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുന്നത് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, ഇപ്പോഴും യൂത്ത് കോൺഗ്രസിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. എല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി. പിന്നീട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് ആരാണ്? ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനം നടത്തി. അതുമായി ബന്ധപ്പെട്ട കേസൊക്കെ നടക്കുന്നുണ്ട്, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അക്കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡ് അത് ദുരുപയോഗം ചെയ്താണ്, കൃത്രിമമായി ഉണ്ടാക്കിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ ആളുകളെ ഇറക്കിയത് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ആർക്കും അക്കാര്യത്തിൽ സംശയമേ ഉണ്ടായില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ആര്? ഷാഫി പറമ്പിൽ. പിന്നീട് ഷാഫി പറമ്പിൽ വടകര മത്സരിക്കുന്നു, ലോക്സഭയിലേക്ക് ജയിക്കുന്നു, പാലക്കാട് രാജിവെക്കുന്നു. അപ്പോൾ പാലക്കാട് MLA ആയി പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആരെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്, ഷാഫി പറമ്പിൽ. അന്ന് ഷാഫി പറമ്പിൽ ഉപയോഗിച്ച ഒരു വാചകമുണ്ട്, പാലക്കാട് നടത്തുന്ന ഒരു വൻ നിക്ഷേപമായിരിക്കും ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. എന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ മാറ്റം, വികസനം, അതിനൊക്കെയുള്ള ഒരു പ്രാഥമിക നിക്ഷേപമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുവരികയും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കുകയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് പറഞ്ഞത് ആര്? ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിലിന് എല്ലാം അറിയാം. ഷാഫി പറമ്പിലിന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർ, നേതാക്കൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഷാഫി പറമ്പിലിന്. പക്ഷേ അദ്ദേഹം ഒരു നടപടിയും എടുത്തില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ അധികം പ്രശ്നമാക്കേണ്ടതില്ല, അതൊക്കെ വിട്ടുകള, അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആ പരാതിയിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞില്ലേ, നിരവധി പരാതികൾ ലഭിച്ചിരുന്നു കോൺഗ്രസിനെ എന്ന്. ആ പരാതികളൊക്കെ എന്തു ചെയ്തു? ആരാണ് ആ പരാതികളൊക്കെ മൂടി വെച്ചത്? ആരാണ് ആ പരാതികളുടെ മുകളിൽ കയറി ഇരുന്നത്? പുറത്ത് കാണിക്കാത്ത രൂപത്തിൽ എല്ലാവരുമുണ്ട്, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളുമുണ്ട്. ഗത്യന്തരമില്ലാതെയാണ് അവസാനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നത് എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ സംരക്ഷിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മൂന്നാമനാണ്.
ഇവരൊക്കെ നിയമ സംവിധാനത്തോട് മറുപടി പറയേണ്ടി ചിലപ്പോൾ വരില്ല. കാരണം നിയമത്തിൻ്റെ ചില പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഈ സൈക്കോ ക്രിമിനലിനെ സംരക്ഷിച്ചതിന് ഇവരൊക്കെ, ഓരോ കോൺഗ്രസ് നേതാക്കളും, ഏറ്റവും ഒടുവിൽ നടപടി എടുക്കുന്ന നിയമസഭയ്ക്ക് എതിരെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പോലും ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ആ ദിവസം മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കുക.